മീര, നമ്മളായിട്ട് ആരോടും വഴക്കിനൊന്നും പോവണ്ട. വഴക്കിടേണ്ടടുത്ത് വഴക്കിടുക തന്നെ വേണം, തല്ലേണ്ടടുത്ത് തല്ല് തന്നെ വേണം. നിന്നെ പെരുങ്കള്ളിന്നൊക്കെ വിളിച്ച് അവര് ഷോ കാണിച്ചപ്പോ സത്യം അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരിവിടെ കിടന്ന് കാണിച്ചതിന്റെ ഇരട്ടി ഷോ നമ്മൾ തിരിച്ചു കാണിക്കണം. നീ വന്നേ. വേണ്ട ജെന്നിഫർ, വഴക്ക് തുടങ്ങിയ ആ മുക്ത എന്തൊക്കെയോ പറയും. മുക്തയും ഡയാനയും ഹൃദയയും പറയുന്ന പോലുള്ള തരം താഴ്ന്ന വാക്കുകളൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് വഴക്കിട്ട അവരെ ജയിക്കും. അവര് പറയുന്ന പോലുള്ള തരം താണ വാക്കുകളൊന്നും പറയാൻ നമുക്ക് കഴിയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞ? എനിക്ക് കഴിയും. നല്ല പുളിച്ച ചീത്ത എന്റെ നാവിലും വരും. ഈ മീരക്കിതെന്തോറ്റി? കണ്ണാ, കൃഷ്ണ, നാരായണ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു നടക്കുന്നതേ ഞാൻ കേട്ടിട്ടുള്ളൂ. നീ ആരെയും ചീത്ത വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതുവരെ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വിളിക്കും. ചീത്ത വിളിക്കാൻ മാത്രമല്ല, ആവശ്യം വരുവാണെങ്കിൽ 4 എണ്ണം പൊട്ടിക്കുകയും ചെയ്യും. അയ്യോ മീരെ, നീ തന്നെയാണോ ഈ പറയുന്നത്? മീര ഇന്ന് ഫുൾ ഫോമില. നീ വിചാരിച്ചാലൊന്നും അവള് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. നിന്നോട് വരാനാ പറഞ്ഞ. സൈക്കിളൊക്കെ ഇവിടെ വച്ചേക്ക്. വന്നേ, വാ. ഇത് നന്നായിട്ടുണ്ടല്ലേ? അതെ, കൊള്ളാം. കൊള്ളാവോ? മുക്ത, എഴുന്നേറ്റ് മാറിക്കൊടുക്ക. ഇവിടെ പാർവതിക്ക് ഇരിക്കണം. എന്നെ എഴുന്നേപ്പിച്ച് ഇവളെ ഇവിടെ ഇരുത്താൻ ഇവളാരാ? ഈ ഹോസ്റ്റലിലെ വാർഡനോ? വാർഡനൊന്നും അല്ല. ഇത്രയും കാലം നീ ആയിരുന്നില്ലേ ഈ ഹോസ്റ്റലിലെ ചട്ടമ്പിയായിട്ട് വിലസി നടന്നിരുന്നത്. നീ വരുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ക്യാൻറ്റീനിൽ നീ കഴിക്കാൻ വരുമ്പോ ഞങ്ങൾ ചെയർ ഒഴിഞ്ഞു തരണം. നിന്റെ ചട്ടമ്പി സ്ഥാനം പോയി. ഇനി മുതല് ഇവിളാ ഈ ഹോസ്റ്റലിലെ ചട്ടമ്പി. ചട്ടമ്പി പാർവതി. ചട്ടമ്പി പാർവതി എന്ന് നീട്ടി വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചട്ടമ്പി പാറു എന്ന് ചുരുക്കി വിളിക്കാം. ചട്ടമ്പി കണ്ടാലും പറയും. എന്താ, നിനക്ക് പിടിച്ചില്ലേ? മുക്തയുടെ വാലി തൂങ്ങി നടക്കുന്ന നീ ഇതിന് അഭിപ്രായം പറയാൻ വരണ്ട. ഇത് പഴയ ചട്ടമ്പിയും പുതിയ ചട്ടമ്പിയും തമ്മിലുള്ള പ്രശ്നമാ. നീ ഇടപെട്ട ഞാനും ചട്ടമ്പി ആവും. എന്റെ മൂക്കിടിച്ച് വരത്ത് ഞാൻ. നീ ആരെയടി വരട്ടുന്നേ? നിന്നെ തന്നെ. എന്താ ഞാൻ വരട്ടെ? നീ വിരളില്ലേ? വിരളും. നിന്നെ മാത്രമല്ല, നിന്റെ അപ്പുറത്തുള്ളവരെ വരെ ഈ മീര വരട്ടും. ഇത് വലിയ ശല്യമായല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ മാപ്പ് പറയണം. മുക്ത നിന്നോട് മാപ്പ് പറയാനോ? എന്തിന്? എന്നോടല്ല, പാർവതിയോട്. പാർവതി പെരും കള്ളി, ഫ്രോഡ്. നിന്റെ വായി തോന്നിയതൊക്കെ നീ ഇവളെ കുറിച്ച് പറഞ്ഞില്ലേ? ശരിയായ ഫ്രോഡിന് കൈലാസാർ നിനക്ക് കാണിച്ചു തന്നില്ലേ? എന്നിട്ടും ഇവളെ പറ്റി പറഞ്ഞതൊന്നും നീ തിരിച്ചെടുത്തില്ലല്ലോ. ഇവളോടൊരു സോറി പറയാനുള്ള മര്യാദ പോലും നീ കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് നീ മാപ്പ് പറയണം. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ ഇപ്പൊ ഇവളോട് മാപ്പ് പറയണം. എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നീയും വളർന്നിട്ടില്ല. നീ പുതിയ ചട്ടമ്പിയായിട്ട് പ്രഖ്യാപിച്ച ഇവളും വളർന്നിട്ടില്ല. നീ മാപ്പ് പറഞ്ഞ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഗാർമെന്റ്സിന്ന് നീ ഇവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതുപോലെ കൈലാസാറ് നിന്നെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കും. കൈലാസാറ് നിന്നെ പറഞ്ഞുവിടാൻ നോക്കിയതാ. വേണ്ട സർ, ഈ ഒരു തവണത്തേക്ക് മാപ്പ് കൊടുത്തേക്കെന്ന് പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമാ കൈലാസാർ ഇത് ചെയ്യാതിരുന്നേ. മീര, മിണ്ടാതിരിക്കും പാർവതി. മാപ്പ് പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ജെന്നിഫർ, ഈ മീരയ്ക്ക് എന്താ പറ്റിയത്? ഇവളെന്താ ഇങ്ങനെ? അത് ഏതോ ഒരു ഗുണ്ടയുടെ പ്രേതം കൂടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. മാപ്പ് പറയടി. ഈ മുക്തയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നീയെന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ പാർവതി കൈലാസാറിനെ വിളിച്ച് അറിയിക്കും. കൈലാസ് ആ ഗാർമെന്റ്സിന്റെ ഓണറിന്റെ മകനാ. ഈ ഹോസ്റ്റലിലെ കാര്യത്തിൽ തലയിടാൻ അവൻ ഒരു അധികാരവും ഇല്ല. അവനൊട്ട് തലയിടുകയില്ല.
എന്ന് വെച്ചാ കൈലാസ് സാറിനെ നിനക്ക് പേടിയില്ല. ഇല്ല. പാർവതി, കൈലാസ് സാറിനെ വിളിക്ക. മീര, വിളിക്കാനല്ലേ പറഞ്ഞേ? വിളിച്ചിട്ട് ഫോൺ എനിക്കിതാ, ഞാൻ സംസാരിക്കാം. വിളിക്ക. ആ, അല്ലെങ്കിൽ വേണ്ട. കൈലാസ് സാറിനെ വിളിക്കണ്ട, വേറൊരാളെ വിളിക്കാം. ആര്? അഡ്വക്കേറ്റ് സത്യഭാമയെ. ജെനിഫർ, മാഡത്തിനോട് ഞാനൊരു അഡ്വക്കേറ്റ് സത്യഭാമയുടെ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങിയില്ലേ? ആ അഡ്വക്കേറ്റ് സത്യഭാമ ആരാണെന്നറിയോ? ഇല്ല, ആരാ? ഇവളുടെ മമ്മി. ഓ, കൈലാസ് സാറിനെ പേടിയില്ലെങ്കിലും ഇവൾക്ക് ഇവളുടെ മമ്മിയെ പേടിയാ. ഇനി ഇവളിവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ മമ്മിയെ വിളിച്ചറിയിക്കുമെന്ന് മാഡം പറഞ്ഞപ്പോ ഇവള് വരേണ്ടത് നിനക്ക് ഓർമ്മയില്ല? നിന്റെ ഫോണിലല്ലേ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? വിളിക്ക, വേഗം വിളിക്ക. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. മാപ്പ് പറയുന്നോ അതോ നിന്റെ മമ്മിയെ വിളിക്കണം? വേണ്ട. ഇവിടുത്തെ പ്രശ്നം ഇവിടെ തീർക്കണം. അല്ലാതെ പാർവതി ഇവിടെ വെച്ച് നിന്നോട് വഴക്കിട്ടാ അതിന്റെ ദേഷ്യം നീ ഇവിടെ വെച്ച് തീർക്കാറില്ലല്ലോ, ഗാർമെന്റ്സിൽ വെച്ചല്ലേ തീർക്കാറ്. ഏതായാലും ഇത്തവണ ഞാൻ നിന്റെ മമ്മിയെ വിളിക്കുന്നില്ല. ഇനിയും നീ പാർവതിയെ ചൊറിയാൻ വന്ന ഉറപ്പായി ഞങ്ങൾ നിന്റെ മമ്മിയെ വിളിച്ചറിയിക്കും. പാർവതി, ഞാൻ നിന്നെ ഈ ഹോസ്റ്റലിലെ ചട്ടമ്പിയായിട്ട് പ്രഖ്യാപിക്കാൻ പോവാ. ഇവിടെ ഇരിക്ക. മീര, ഇരിക്കാനല്ലേ പറഞ്ഞ? ഇന്നു മുതൽ നീ ഇവിടുത്തെ ചട്ടമ്പിയാ, ചട്ടമ്പി പാറു. കറക്റ്റ്, ഇങ്ങനെയാ ചട്ടമ്പിമാരിരിക്കുക. വാടി, മാറങ്ങോട്ട്. നീ എന്തിനാ മാഡത്തിനോട് അവളുടെ അമ്മയുടെ നമ്പർ വാങ്ങിയത്? ആര് വാങ്ങി? അവളുടെ അമ്മയുടെ നമ്പറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അവളെ വരട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാ. പക്ഷെ അവള് പേടിച്ചുപോയി. ഇങ്ങനെ വരട്ടി നിർത്തിയാലേ രക്ഷയുള്ളൂ. ആ, ചട്ടമ്പി പാർവതി ആണെങ്കിലും ചട്ടമ്പിത്തരം കാണിച്ചത് മുഴുവൻ നീയാ. എന്തായിരുന്നു പെർഫോമൻസ്? അകത്തേക്ക് പോ. മുക്ത, പാർവതി ഇവിടെ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഒച്ച കേട്ട പേടിച്ചു വരയ്ക്കുന്ന പൂച്ചക്കുട്ടിയെ പോലെയായിരുന്നു പെരുമാറ്റം. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അവളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നവൾ പുലിയെ പോലെ ചീറ്റാൻ തുടങ്ങി. ഇപ്പൊ ഈ ഹോസ്റ്റലിലെ ചട്ടമ്പിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. അവളിപ്പോ നിനക്കൊരു വെല്ലുവിളി തന്നെയാ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയാലും സാരമില്ല, അവളെ ഒരു പാഠം പഠിപ്പിക്കണം മുക്ത. അവളെ മാത്രമല്ല, ആ ടീമിനെ മൊത്തം ഇവിടെ നിന്ന് തുരത്തണം. വെറുതെ തുരത്തിയാ പോരാ, നിലവിളിച്ചോണ്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതിനി അധിക കാലമൊന്നും വേണ്ടി വരില്ല. പാർവതിയും അവളെന്തോ ഭൂലോക സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന അവളുടെ കൂട്ടുകാരികളും നിലവിളിച്ചുകൊണ്ട് ഈ ടൗണിലൂടെ പരക്കം പായുന്നത് ഞാൻ നിങ്ങൾക്ക് വൈകാതെ കാണിച്ചു തരാം. അവരവളെ പിടിച്ച് ചട്ടമ്പിയുടെ സ്ഥാനത്തിരുത്തിയതും മമ്മിയുടെ പേര് പറഞ്ഞെന്നെ ഭീഷണിപ്പെടുത്തിയതൊന്നും അല്ല എന്നെ അലട്ടുന്നത്. പിന്നെ മീര പറഞ്ഞത് നീ കേട്ടില്ലേ? രഘുവിനെ ഗാർമെന്റ്സിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ നോക്കിയതാ. ആ പാർവതി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രാ അവനത് ചെയ്യാതിരുന്നത്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സത്യമാകാൻ സാധ്യതയുണ്ട് ഋതിക. അവളെ കള്ളിയാക്കിയത് രഘുവാണെന്ന് അറിഞ്ഞപ്പോ കൈലാസ് അവനെ പുറത്താക്കിയതാ. പക്ഷേ അയാളെ പുറത്താക്കിയാൽ അയാളല്ല അയാളുടെ കുടുംബമാണ് കഷ്ടപ്പെടേണ്ടി വരിക എന്ന് പറഞ്ഞ് പാർവതി റിക്വസ്റ്റ് ചെയ്തപ്പോ കൈലാസ് അവന്റെ തീരുമാനം മാറ്റി. അയാളെ തിരിച്ചെടുത്തു. പാർവതി പറയുന്നത് എന്തും കൈലാസ് കേൾക്കും. ബെഞ്ചമിനെ പിടികൂടി സത്യം തെളിയിച്ചു. നാട്ടിലേക്ക് പുറപ്പെട്ട പാർവതിയെ പിറകെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അതിന്റെ കൂടെ ഇതും ചേർത്ത് വെച്ച് വായിക്കുമ്പോ ഒരു പ്രണയത്തിന്റെ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല മുക്ത.